നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും രാവിലെ 8 മണിക്കുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നലെയും നമ്മുടെ മാർക്കറ്റിൽ ഒരു കൺസോളിഡേഷൻ ആണ് കാണുവാൻ സാധിച്ചത്. തുടർച്ചയായി 2 ദിവസങ്ങളിൽ വെള്ളിയും തിങ്കളും. എന്നിരുന്നാൽ പോലും നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 25,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് താഴെയാണ് നിഫ്റ്റിക്ക് ഇന്നലെ ക്ലോസ് ചെയ്യുവാനായിട്ട് സാധിച്ചത്. ഇന്ത്യ വിക്സ് ഇന്നലെ 4.83% ഉയർന്ന് 17.35 എന്ന ലെവലിലേക്ക് എത്തി നിൽക്കുകയാണ്. ഏകദേശം 5%-നടുത്ത് ഇന്ത്യ വിക്സ് ഉയർന്നത് നിക്ഷേപകരെ ആശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ട്. ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 525.95 കോടി രൂപയുടെ സെല്ലിങ്ങും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 237.93 കോടി രൂപയുടെ സെല്ലിങ്ങും നമ്മുടെ മാർക്കറ്റിൽ നടത്തുകയുണ്ടായി. ഷോർട്ട് ടേമിലേക്ക് നിഫ്റ്റി 24,800, 25,200 ലെവലുകളിൽ കാണാൻ നമുക്ക് സാധിക്കും. വലിയ വയലന്റ് മൂവുകൾ വന്നില്ലെങ്കിൽ മുകളിലേക്ക് നിഫ്റ്റി 25,200 ക്രോസ് ചെയ്യുകയാണെങ്കിൽ 25,500, 25,700 ലെവലുകൾ നമ്മൾ നോക്കേണ്ടതായി വരും. നിഫ്റ്റി 24,800 എന്ന റേഞ്ചിൽ നിന്നും ഹ്യൂജായി ഇടിയുകയാണെങ്കിൽ 24,500 ലെവലുകളിലേക്ക് നിഫ്റ്റി വരാൻ സാധ്യതയുണ്ട്. നിഫ്റ്റി നിലവിൽ അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജസിനും മുകളിലാണ്. അതായത് 20 ഡേ, 50 ഡേ, 200 ഡേ EMAസിന്റെ മുകളിലാണ് നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം നമ്മുടെ മാർക്കറ്റ് ഇന്ന് സ്ലൈറ്റ്ലി പോസിറ്റീവ് ഓപ്പണിംഗ് ആയിരിക്കാം സംഭവിക്കുന്നത്. US മാർക്കറ്റ് ഇന്നലെ ഫ്ലാറ്റായി ട്രേഡിംഗ് അവസാനിപ്പിച്ചു. കാരണം മോഡീസ് US മാർക്കറ്റിനെ ഡൗൺഗ്രേഡ് ചെയ്തതാണ്. ഡോ ജോൺസ് ഫ്യൂച്ചർ ഇപ്പോൾ സ്ലൈറ്റ്ലി 3 പോയിന്റുകളുടെ പോസിറ്റീവ്നെസ് കാണിച്ചുകൊണ്ട് ട്രേഡ് നടത്തുന്നുണ്ട്. ഇന്നലെ സ്വർണത്തിന്റെ വിലയിൽ ചെറിയൊരു ഇടിവ് രേഖപ്പെടുത്തി. തത്സമയം ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഉയരുന്നതായിട്ടും കണ്ടു. ഇന്ത്യൻ രൂപ 15 പൈസ അപ്രീഷിയേറ്റ് ചെയ്ത് 85.42 എന്ന ലെവലിലേക്ക് US ഡോളറുമായിട്ട് ഇന്നലത്തെ ട്രേഡിംഗിൽ വ്യാപാരം അവസാനിപ്പിക്കുന്നതായി കാണാൻ സാധിച്ചു. ADR സ്റ്റോക്സിലേക്ക് വന്നു കഴിയുമ്പോൾ ആക്സിസ് ബാങ്ക് ഇന്നലെ ഫ്ലാറ്റ് ആയിരുന്നു. വിപ്രോ മാത്രമാണ് ഇന്നലെ നെഗറ്റീവിൽ ക്ലോസ് നടത്തിയത്. ബാക്കിയൊക്കെ എല്ലാ സ്റ്റോക്കുകളും പോസിറ്റീവായിട്ട് ഇന്നലെ അമേരിക്കയിൽ ക്ലോസ് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെയും പോസിറ്റീവായിട്ടാണ് ട്രേഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് പ്രധാനമായും ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റ് വാർത്തകളിലേക്ക് കടക്കാം. അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് നമ്മുടെ ചാനൽ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പവർ ഗ്രിഡ് കോർപ്പറേഷൻ കമ്പനി ഒരു ഫ്ലാറ്റായ റിസൾട്ട് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. കമ്പനിയുടെ പ്രോഫിറ്റ് 4,143 കോടി രൂപയാണ്. കമ്പനി 1 രൂപ 25 പൈസ പെർ ഷെയർ ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. അശോക് ലൈലാൻഡ് കമ്പനിയുടെ ബോർഡ് ഈ വരുന്ന വെള്ളിയാഴ്ച 23-ാം തീയതി ചേരുവാനായിട്ട് ആലോചിക്കുന്നുണ്ട്. കാരണം ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനെ കുറിച്ചൊരു തീരുമാനം എടുക്കുവാൻ വേണ്ടിയാണ്. ആമി ഓർഗാനിക്സ് ഇന്നലെ കമ്പനിയിൽ ഒരു ബൾക്ക് ഡീൽ ഉണ്ടായി. കൊട്ടാക് മഹേന്ദ്ര മ്യൂച്വൽ ഫണ്ട് 1.65% സ്റ്റേക്ക് ബൈ ചെയ്തു. 1,115 രൂപ പെർ ഷെയർ എന്നതായിരുന്നു പ്രൈസ്. പ്രോട്ടീൻ ഗവൺമെന്റ് ടെക്നോളജീസ് ഗവൺമെന്റ് പാൻ 2.0 പ്രോജക്ട് വിഡ്രോ ചെയ്തതിനെ തുടർന്ന് ഇന്നലെ കമ്പനിയുടെ ഷെയർ 20% ഇടിവ് രേഖപ്പെടുത്തുക ഉണ്ടായി. പെട്രോനെറ്റ് കമ്പനിയുടെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 45% ഉയർന്ന് 1,065.58 കോടി രൂപ രേഖപ്പെടുത്തി. ഡോം ഇൻഡസ്ട്രീസ് കമ്പനിയുടെ ലാഭം 45 കോടി രൂപയിൽ നിന്ന് 48 കോടി രൂപയായി വളർച്ച രേഖപ്പെടുത്തി. 3 രൂപ 15 പൈസ പെർ ഷെയർ ഡിവിഡൻഡും കമ്പനി പ്രഖ്യാപിച്ചു. NLC ഇന്ത്യ 114 കോടി രൂപയിൽ നിന്നും 428 കോടി രൂപയായി കമ്പനിയുടെ ലാഭം ഉയർത്തുകയുണ്ടായി. പേജ് ഇൻഡസ്ട്രീസ് കമ്പനിയുടെ പുതിയ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഒഡീഷയിൽ പ്രവർത്തനം ആരംഭിച്ചു. KDDL
25 കോടി രൂപയിൽ നിന്നും 20 കോടി രൂപയിലേക്ക് കമ്പനിയുടെ പ്രോഫിറ്റ് ഇടുകയുണ്ടായി. 5 രൂപ ഡിവിഡൻഡ് പെർ ഷെയറും കമ്പനി പ്രഖ്യാപിച്ചു. ലൂമാക്സ് ഓട്ടോ IES ഇന്ത്യയുടെ 25% സ്റ്റേക്ക് കമ്പനി അക്വയർ ചെയ്യുന്നു. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു.